ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് നൈസായിട്ട്. കല്ലുപ്പിട്ടിരിക്കുകയാണ് ഗൈസ് അതിനകത്ത്. ഓക്കെ, അവിടെ നിന്നാണ് വെള്ളം കണക്ട് ചെയ്തത്. ഈ ഒരു ടാങ്ക് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ടാങ്ക് ഒരുപാട് നാൾ അവിടെ നിൽക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റിങ് 15 എണ്ണം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് പടുത ഇറക്കിയിട്ടെന്നേ ഉള്ളൂ. 3 ദിവസത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഈ പടുതയ്ക്ക് ലീക്ക് വല്ലതും ഉണ്ടോ എന്ന് അറിയാം, അത്ര അറിയാം, വേറെ ഒന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ ഗൈസ്. അപ്പം ഇത് നമ്മുടെ ഒരു നെക്സ്റ്റ് ടാങ്കാണ്. ഇത് നമ്മുടെ മെയിൻ ഫിഷ് ടാങ്ക്. ഇതിനകത്ത് നമ്മൾ എന്തോ ഒരു മീനെ ഗപ്പീസിനെ എന്തോത്തിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ക്ലിയർ ആണോ? അല്ല ക്ലിയർ അല്ല ഗൈസ്. ഓക്കെ, പിന്നെ ഇത് കാലി. അതിനകത്ത് നമ്മളൊരു വേറെ മീൻ ഇട്ടിട്ടുണ്ട്, അത് കാലി. ഇതിനകത്ത് എന്തിൻ്റെയോ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ഇത് കാലി, അത് കാലി, ഇത് കാലി, ഇത് കാലി. ഇതിനകത്ത് ഒരു 2-3 കുഞ്ഞുങ്ങളുണ്ട് ഏതോ ഒരു മീനിൻ്റെ. ഇതിനകത്തൊരു മെയിലുണ്ട്. ഇത് കാലി, ഇത് ഫുൾ കാലി, ഇത് രണ്ടും കാലി, ഈ 2 ബക്കറ്റ് കാലി. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ഈ ഒരു ടാങ്ക് ഉണ്ട് ഗൈസ്. അത് നമ്മൾ വലയൊക്കെ ഇട്ട് മൂടിയിട്ടിരിക്കുകയാണ്. അതും കാലിയാണ് ഗൈസ് നിലവിൽ. ഇത്ര ടാങ്കാണ്, ഇത്രയാണ്. ഫോക്കസ് ആവുന്നില്ലല്ലോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ ഫിഷ് ഫാമിൻ്റെ സെറ്റപ്പ്. അവിടുന്ന് കണ്ട് ഇങ്ങനെ വന്ന അവിടം വരെ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റപ്പ്. വലുതായിട്ടും ഫിഷൊന്നും ഇല്ല, നമ്മളിതെല്ലാം സെറ്റാക്കുന്നതാണ് ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.